വെൽക്കം ബാക്ക് ടു എസ് എസ് സി മലയാളി. സോ 10ാം ക്ലാസ്സുകാരെ, നിങ്ങൾക്കിതാ ഏറ്റവും വേഗത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടിയെടുക്കാനുള്ള വലിയൊരു അവസരം. ഞാൻ മറ്റൊരു സാധ്യതയെക്കുറിച്ചല്ല സംസാരിച്ചു വരുന്നത്. ഞാൻ സംസാരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി പരീക്ഷയെ കുറിച്ചാണ്. നോക്കൂ, റെയിൽവേ പോലുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു ട്രാക്ക് മെയിൻറ്റൈനറായി അല്ലെങ്കിൽ ഒരു പോയിന്റ്സ്മാനായി ഒരു അസിസ്റ്റന്റ് ലോക്കോ ഷെഡായി വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ തസ്തികകളിലേക്കും 22,000-ലധികം വേക്കൻസികളുമായി വരുന്ന നമ്മുടെ സ്വന്തം RRB ഗ്രൂപ്പ് ഡി പരീക്ഷ. മാർച്ച് 2 വരെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. ഒരുപക്ഷെ അത് നീട്ടിയേക്കാം, നമ്മൾ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ. നിങ്ങൾ ഇതുവരെയും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം എന്താണെന്നറിയോ, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഒരുക്കാം എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടിപ്പ് കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ കൺവേ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തുകൂടി ചെയ്യണം, ഈ വീഡിയോ അവസാനം വരെ കാണുക കൂടി ചെയ്യണം. ഓക്കെ, നമുക്ക് വളരെ കുറഞ്ഞ പ്രിപ്പറേഷനിലൂടെ, വളരെ കുറഞ്ഞ അധ്വാനത്തിലൂടെ, ഒരൽപ്പം സ്മാർട്ടായി പഠിച്ചാൽ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി പരീക്ഷ എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ തവണ നടന്ന എക്സാമിന്റെ ആൻസർ കീ ഒക്കെ വന്നല്ലോ അല്ലെ. അപ്പൊ തന്നെ ഈ പറഞ്ഞ ഒരു വസ്തുത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു ആൻസർ കീ വന്നു എന്ന് കരുതി ഒരാളുടെയും കോൺഫിഡൻസ് പൂർണ്ണമായിട്ടും ഒലിച്ചു പോയിട്ടൊന്നുമില്ല. എല്ലാവരും വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. വളരെ എന്തോ നിസ്സാരമായിട്ടുള്ള തെറ്റുകൾ കൊണ്ട് പുറകിലായി പോയവരാണ് ഭൂരിഭാഗം പേരും. അപ്പം എനിക്ക് ഒരല്പം ആത്മാർത്ഥതയോടുകൂടി ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ആ വർഷം തന്നെ എനിക്ക് ആ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേര്. അപ്പൊ നിങ്ങളും അതുപോലെ ഒരു ഇമ്പ്രൂവ്മെന്റ് കൊതിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതി, എന്നാൽ ചെറിയ ചില മിസ്റ്റേക്കുകൾ കാരണം മാത്രമാണ് നിങ്ങളുടെ സെലക്ഷൻ തടയപ്പെട്ടതെങ്കിൽ, നിങ്ങൾക്ക് ഒന്നുകൂടി ശക്തമായി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ആദ്യമായിട്ട് നിങ്ങൾ ഈ പരീക്ഷയെ പറ്റി കേൾക്കുകയാണ്, ഇനിയുള്ള കുറച്ചു കാലമുണ്ടല്ലോ, ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരുങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന ബാച്ചാണ് RRB ഗ്രൂപ്പ് ഡി റാപ്പിഡ് റെയിൽ ബാച്ച്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള എല്ലാ സ്വാദുകളും ചേരുന്ന SSC മലയാളി ഒരുക്കിയിരിക്കുന്ന ഒരു മാസ്റ്റർ ഡിഷായി, ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായിട്ട് ഈ ഒരു റാപ്പിഡ് റെയിൽ ബാച്ചിനെ നിങ്ങൾ കണക്കാക്കുക. നോക്കൂ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി 5,000-ലധികം ആസ്പിരൻസിനെ വളരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും അവരുടെ വിശ്വാസം പിടിച്ചുപറ്റാനും SSC മലയാളിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിൽ പറയുന്നൊന്നുമല്ല, മറിച്ച് ഒരു അധ്യാപക കൂട്ടായ്മ എന്ന നിലയിൽ നമ്മുടെ സ്ഥാപനം ഏറ്റവും അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് പെട്ടെന്നൊരു ഭൂമിന്റെ പുറത്ത് വളരെ പെട്ടെന്നൊരു സ്പോണ്ടേനിയസ് സെക്കൻഡിൽ ഉണ്ടായ കാര്യമൊന്നുമല്ല, മറിച്ച് നമ്മുടെ നിരന്തരമായ സാന്നിധ്യത്തിലൂടെ, കൃത്യമായ എഫക്റ്റീവായ സ്റ്റഡി പ്ലാനുകളിലൂടെ ഇവരെ ഓരോരുത്തരെയും നയിച്ചത് കൊണ്ടാണ് ആ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചത്. അപ്പം SSC എക്സാമുകളിൽ ഈ വണ്ടേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ, മൈ ഡിയർ വൺസ്, റെയിൽവേ എക്സാമുകളിലും ഇത്തരത്തിലുള്ള മിറക്കിൾസ് സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് വളരെ വേഗത്തിൽ സാധിക്കും. കാരണം എന്താണെന്നറിയാം, അത് ഒരു തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ആണ്, അതൊരു തരത്തിലുള്ള ഒരു അനുഭവ പരിചയമാണ്. ഓക്കെ, സോ നമ്മുടെ ഗ്രൂപ്പ് ഡി റാപ്പിഡ് റെയിൽ ബാച്ചിനെ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. കംപ്ലീറ്റ്ലി SSC മലയാളിയുടെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോംസിലൂടെ മാത്രം മുന്നോട്ടേക്ക് പോകുന്ന ഒരു കോഴ്സാണിത്. നിങ്ങൾ ഫോൺ ഉപയോഗിച്ചാണ് ഈ കോഴ്സ് ആക്സസ് ചെയ്തതെങ്കിൽ, ഇതിലെ എല്ലാ ക്ലാസ്സസും SSC മലയാളിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ, അതിപ്പോ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നായാലും ആപ്പ് സ്റ്റോറിൽ നിന്നായാലും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ചിലരെ സംബന്ധിച്ച് ഈ ഫോണിൽ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. എനിക്ക് ക്ലാസ്സസ് കാണേണ്ടത് ലാപ്ടോപ്പിലാണ്, ഡെസ്ക്ടോപ്പിലാണ്. അങ്ങനെയുള്ളവർക്ക് SSC മലയാളിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രണ്ട് സോഴ്സസിലും ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് ഫ്രീ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫ്രീ ക്ലാസ്സസ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഈ രണ്ട് സോഴ്സസും നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വിട്ടുപോയവർ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോണ്ടന്റ് അതിലുണ്ട്. അപ്പൊ അതിലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ്സസിന്റെ ക്വാളിറ്റി സ്വയം കണ്ട് വിലയിരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം എനിക്ക് പറ്റിയ ഒരു ബാച്ചാണോ ഇത്, ക്ലാസ്സസ് എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ടോപ്പിക്സ് കൈകാര്യം ചെയ്യുന്നത്, ഇന്ററാക്ഷൻ അവിടെ പോസിബിൾ ആണോ, ഇതിനെപ്പറ്റി സംശയമുള്ളവർക്ക് ഇതൊക്കെ കണ്ട് അനുഭവിച്ചറിയാൻ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഫ്രീ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ബാച്ച് ഇമ്മീഡിയറ്റ്ലി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് കിട്ടുക? പലരും കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യം, എപ്പോഴാണ് ക്ലാസ്സസ് നടത്തുന്നത്, ഈ ക്ലാസ്സസിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? അപ്പം അതിലൊക്കെ ഞാനൊരു ക്ലാരിറ്റി തരാം. നോക്കിക്കേ, മൺഡേ ടു ഫ്രൈഡേ, അതായത് ആഴ്ചയിൽ 5 ദിവസങ്ങളിൽ കൃത്യമായ ലൈവ് ക്ലാസ്സസ് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ അതൊരു പക്ഷേ ദിവസത്തിൽ ഒന്നെങ്കിൽ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 3 ആയിരിക്കാം. ഓരോ സെഷന്റെയും ദൈർഘ്യം എന്ന് പറയുന്നത് 1 hour ആണ്. ഓക്കെ, അപ്പം ഈ ഓരോ സെഷനും
ഏറ്റവും വേഗത്തിൽ സിലബസ് തീർക്കുക, അതായത് എക്സാമിലൊക്കെ മുൻ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളെ അധികരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഓരോ സെഷനും ഇവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങളെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ടീം ആയിരിക്കും നയിക്കുക. ഇപ്പം എക്സ്പേർട്ട് എന്ന് പറയുന്നത് അതൊരു പൊലിമയ്ക്ക് വേണ്ടി പറയുന്നൊന്നുമല്ല. നമ്മൾ ഈ പഠിപ്പിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള എക്സാംസ് ക്രാക്ക് ചെയ്തവരാണ്. അപ്പൊ അത്രയും അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ് ഈ ബാച്ചിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ അവൈലബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം സംശയങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ ഓൺലൈൻ ആയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ക്ലാസ്സസ് കഴിഞ്ഞ പിന്നെ നമ്മൾ റെഫർ ചെയ്യുന്നത് നോട്ട്സ് ആണ് അല്ലെ. അപ്പം ഈ നോട്ട്സ് വളരെ പക്കയായിട്ടുള്ളതായിരിക്കണം. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഓരോ ക്ലാസ് കഴിയും തോറും എന്ത് ചെയ്യും, അതിന്റെ കൃത്യമായ നോട്ട്സ് ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് PDF ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അനോട്ടേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും, അനോട്ടേറ്റഡ് അല്ലാത്ത നോട്ട്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം ചില കോഴ്സൊക്കെ എടുത്താൽ 5-6 വർഷം മുമ്പുള്ള PDF അല്ലെങ്കിൽ മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എക്സാമിന് ഏറ്റവും കൂടുതൽ ഏതാണ് ചോദിച്ചിട്ടുള്ളത്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിൽ പോലും എന്തൊക്കെ ട്രെൻഡുകൾ വന്നിട്ടുണ്ടോ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ആപ്പിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും റിവൈസ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോട്ട്സിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളൊക്കെ ആണല്ലോ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ചിത്രങ്ങളിലൂടെ ഒക്കെ നോട്ട്സ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ചിത്രം കാണുമ്പോൾ തന്നെ പല കോൺസെപ്റ്റ്സ് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഗ്രാഫുകളും അത്തരത്തിലുള്ള എന്താണ് പറയുക ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ അടങ്ങിയ നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, യെസ്. ഇനി ഈ ത്രൂ ഔട്ട് നമ്മുടെ പ്രിപ്പറേഷനിൽ ഒരാള് നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ. ആ ഒരു ആഗ്രഹത്തിന് ഇവിടെ ഒരു സഫലീകരണം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെന്ററിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. ഒരുപക്ഷെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുള്ള ഡൗട്ടുകൾ, അല്ലെങ്കിൽ അയ്യോ പറയാൻ മറന്നുപോയ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ മെന്ററിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, സംവദിക്കാൻ പറ്റും. അപ്പൊ അത് ഡൗട്ട് ചോദിക്കുന്ന 3 പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നെങ്കിൽ ലൈവ് ക്ലാസ് നടക്കുമ്പോൾ തന്നെ ലൈവ് ഇന്ററാക്ഷനിൽ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ല, നമ്മുടെ ആപ്പിൽ മെസ്സേജിങ് സെഷൻ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇട്ടാൽ ക്ലിയർ ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഈ കോഴ്സ് എടുത്തവർക്ക് വേണ്ടി സെപ്പറേറ്റ്ലി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ സംശയങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മെന്റർ നിങ്ങളെ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും, അല്ലെ നമ്മുടെ പഠിപ്പിക്കുന്ന ആൾക്കാരും ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അവരും ഒരുപക്ഷെ നിങ്ങളുടെ ഡൗട്ട് എന്താണ് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഫാക്കൽറ്റി സപ്പോർട്ട് ഉണ്ട്. പല കോഴ്സുകളുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ക്ലാസ് അങ്ങ് തീർന്നു, അവരങ്ങ് പോയി. അങ്ങനെയല്ല, ക്ലാസ് കഴിഞ്ഞാലും ക്ലാസ്സിനപ്പുറമുള്ള ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ലൈവ് ക്ലാസ് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ ഇതില് ലൈവ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡും ഉണ്ട്. ചില സമയം ചില ബുദ്ധിമുട്ടൊക്കെ കാരണം ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ റെക്കോർഡഡ് വേർഷനും ഇതിൽ അവൈലബിൾ ആയിരിക്കും, ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് അത് കാണാം. ഇപ്പൊ 1 ഇയർ ആണ് നമ്മുടെ വാലിഡിറ്റി വരുന്നത്. എക്സാം ഏകദേശം നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബറിൽ പ്രതീക്ഷിക്കാം. ഇൻ കേസ് അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ എക്സാം അതുവരെ ഈ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പം ത്രൂ ഔട്ട് ആ വാലിഡിറ്റി പീരീഡിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നോട്ട്സ് ഇങ്ങനെ റെഫർ ചെയ്യാം, എത്ര വേണമെങ്കിലും ക്ലാസ്സസ് ഇങ്ങനെ കാണാം. ഇതൊക്കെ അൺലിമിറ്റഡ് ആക്സസ് ആണ്, എല്ലാ മെറ്റീരിയലും. ഓക്കെ, യെസ്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ മോക്ക് ടെസ്റ്റുകളും ഞാൻ മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറയാൻ വിട്ടുപോയി അല്ലെ. യെസ്, അപ്പം ഇവിടെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടടാ, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചു അല്ലെ, നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളം എത്തി നിൽക്കുന്നു, ഇതൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് മോക്ക് ടെസ്റ്റിലൂടെയാണ്. അപ്പൊ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് കൂടി നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. ഞാനത് വിട്ടുപോയതാണ് പറയാൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നുണ്ടാവും വലിയൊരു പ്രൈസിനായിരിക്കും ഈ കോഴ്സ് വിൽക്കുന്നത്. അവിടെ നിങ്ങൾക്ക് തെറ്റി, വലിയ പ്രൈസ് ഒന്നുമില്ല. മറ്റ് ഇടങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പ്രൈസ്, കേവലം 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മൊത്തം ബണ്ടില് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം 1499 ആണ്. ഇപ്പൊ ഒരു കൂപ്പൺ കോഡ് ഇങ്ങനെ ഓൺ ഗോയിങ് ആണ്. അപ്പം 999 രൂപയ്ക്ക് തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ കോഴ്സ്
പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ NTPC നോക്കുന്നവരാണെങ്കിൽ NTPC ബാച്ച് ഒരു ബൂസ്റ്റർ ബാച്ച് കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ട്സ്, അതുപോലെ തന്നെ മെന്ററിംഗ് സപ്പോർട്ട്, ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ ഒരു ബൂസ്റ്റർ ബാച്ച്. നമുക്കറിയാം അത്ര സമയമേ ഉള്ളൂ, നമുക്കിനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഇതിനകത്ത് ഈ ബൂസ്റ്റർ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ SSC മലയാളി എന്ന് പറഞ്ഞൊരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലേ. അതുകൂടാതെ നമുക്ക് ഈ RRB എക്സാംസിന് വേണ്ടി കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ചാനലും കൂടി ഉണ്ട്, RRB മലയാളി. അത് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതിൽ നമ്മളൊരു സീരീസ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് ഡി NTPC ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പോലെ എല്ലാ ദിവസവും സെഷൻ വരുന്ന, ഇനിയുള്ള 2 ആഴ്ചത്തേക്ക് കൃത്യമായ സെഷൻസ് വരുന്ന ഒരു PYQ ബാച്ച്, ഫ്രീ ബാച്ച് ആണ്, യൂട്യൂബിൽ പോകുന്നതാണ്. അപ്പൊ അതില് നിങ്ങൾക്ക് അതിന്റെ ഭാഗമാകാം. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇനിയുള്ള ദിവസം നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുന്നു. എന്തൊക്കെ ഡിസ്ട്രാക്ഷൻ വന്നാലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. കല്യാണം വരും അല്ലെ, പാർട്ടികൾ വരും, അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. എല്ലാവിധ ആശംസകളും.